ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, സെക്കൻഡ് ചാപ്റ്ററിലെ മാത്തമാറ്റിക്സിലെ സെക്കൻഡ് ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് ഓഫ് പോളിനോമിയൽ. നമ്മുടെ പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിൽ തന്നെ അവസാനത്തെ ടോപ്പിക്കാണ്. ആൻഡ് NCERT ടെക്സ്റ്റ് ബുക്ക് മക്കൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്കിന്റെ അടിയിലായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കൊടുത്തേ കാണാൻ പറ്റും. രണ്ട് ഇക്വേഷൻസ് അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ. എന്താ? സീറോസിന്റെ സം എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് -b/a ആണ്. മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. ആൻഡ് അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, രണ്ട് സീറോസ് അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു ബീറ്റ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. സി ഡിവൈഡഡ് ബൈ എ ആണ്. അല്ലെ, ഈ രണ്ട് കാര്യങ്ങളും മക്കൾ പഠിക്കും. എന്നിട്ടോ അതിന്റെ താഴെയായിട്ട് NCERT ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. വളരെ എളുപ്പമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ മൊത്തത്തിൽ പഠിക്കും. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണല്ലോ, ഈസി ആയിട്ട് പഠിച്ചെടുക്കും. എന്നിട്ട് ഈ ചാപ്റ്ററിൽ മുഴുവൻ ഞാൻ പഠിച്ചു, NCERT ഫുള്ള് പഠിച്ചല്ലോ ആ ടോപ്പിക് എന്ന് പറഞ്ഞ് എക്സാമിന് പോകും. എക്സാം ഹാളിലെത്തി ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോഴേക്കും പലരുടെയും കിളി പോയിട്ടുണ്ടാവുക. അതുമായിട്ട് ബന്ധമില്ലാത്ത ആൽഫ പ്ലസ് ബീറ്റ അറിയാം നമുക്ക്, പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവുക ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് ആയിരിക്കാം, അല്ലെങ്കിൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആയിരിക്കാം. ആൽഫ പ്ലസ് ബീറ്റ അറിഞ്ഞാൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പലരും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ടാവും. അല്ലെ, നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്കറിയാം യൂണിറ്റ് ടെസ്റ്റ്, സ്കൂളുകളിൽ യൂണിറ്റ് ടെസ്റ്റ് നടന്നിട്ടുണ്ടാവും. പല കുട്ടികളും ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത കുട്ടികളൊന്ന് കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. സ്കൂള് എക്സാം നടത്തി മിസ്സിന്റെ അല്ലെങ്കിൽ ടീച്ചർ ഇട്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ട് ഞെട്ടിയ കുട്ടികൾ ഒന്ന് കമന്റ് ബോക്സിൽ പറയൂ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ എങ്ങനെ അറ്റൻഡ് ചെയ്ത് നോക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ഈ ഒരു ടോപ്പിക്കിൽ പഠിച്ചാൽ മതി. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസിൽ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയാൽ മതി. മുഴുവൻ മാർക്ക് കിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കാനുള്ള കാര്യമാണ് ഈ സാധനം പഠിക്കുക. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ -b/a ആണ്. ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ c/a ആണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ട കാര്യം നോക്കുക. ഈ ഒരു പോയിന്റ്സ് പഠിച്ചു വെക്കുക. 1/α പ്ലസ് 1/β എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. അപ്പൊ എന്താ, 1 × α 1 × ബീറ്റ പ്ലസ് 1 × ആൽഫ പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ആൽഫ ഇൻറ്റു ബീറ്റ, ആൽഫ പ്ലസ് ബീറ്റ ഡിവൈഡ് ബൈ ആൽഫ ഇൻറ്റു ബീറ്റ. അത് പഠിച്ചു വെക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം നമുക്ക് ഇതിൽ ആൽഫ പ്ലസ് ബീറ്റ നമുക്കറിയാം, ആൽഫ ഇൻറ്റു ബീറ്റ നമുക്കറിയാം. രണ്ടും ഇവിടെ ഉണ്ടല്ലോ, ആൽഫ പ്ലസ് ബീറ്റ ആൽഫ ഇൻറ്റു ബീറ്റ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ക്വസ്റ്റ്യനിൽ വന്നാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, ഈ ഇക്വേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2α ബീറ്റ ആണ്. അത് പഠിച്ചു വെച്ചാൽ മതി. ഇനി ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 3α ബീറ്റ ആണ്. അതും പഠിച്ചു വെക്കുക. കഴിഞ്ഞു. ഏത് ക്വസ്റ്റ്യൻ വന്നാലും മക്കൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഏത് ക്വസ്റ്റ്യൻ വന്നാലും സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സെറ്റ് ആണല്ലോ. നമുക്കൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് നോക്കാം. If alpha and beta are the zeros of the quadratic polynomial p of x equal to x square minus ax minus b, then the value of alpha square plus beta square is. Alpha square plus beta square equation എന്താ നോക്കുക. alpha square plus beta square നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ നോക്ക്. That is alpha plus beta whole square minus 2α beta. എഴുതുക, അങ്ങനെ തന്നെ എഴുതുക. alpha plus beta whole square minus 2α beta. Okay. ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ നോക്ക്. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് ax മൈനസ് b ആണ്. അവിടെ ആൽഫ പ്ലസ് ബീറ്റ എന്താടാ സൈഡിൽ എഴുതി വെക്കുക. ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് എഴുതി വെക്കാം. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ -b/a ആണ്. മൈനസ് ഇട്ടു. പിന്നെ എന്താ, കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഇവിടെ എന്താ -a ആണ്. ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ, അത് എത്രയാ, എക്സ് സ്ക്വയർ കോഎഫിഷ്യന്റ് 1 ആണ്. സോ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് a എന്ന് പറഞ്ഞാൽ പ്ലസ് a/1 a തന്നെ. ഓക്കെ, ആൽഫ ഇൻറ്റു ബീറ്റയോ അത് c/a ആ. കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്. ഇവിടെ കോൺസ്റ്റന്റ് എന്താ, -b ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ അത് അതിൽ എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ a ആണ്, ആൽഫ ഇൻറ്റു ബീറ്റ -b ആണ്. സോ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക നമുക്ക്. ഫസ്റ്റ് നമുക്കുള്ളത് ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ ആണ്, എന്റെ സ്ക്വയർ. പിന്നെയോ ഈ മൈനസ് സൈൻ അതേപോലെ താഴോട്ടേക്ക് എഴുതണം, അത് 2. പിന്നെയുള്ളത് എന്താ, 2 ഇൻറ്റു ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, -b. സോ a സ്ക്വയർ മൈനസ് 2 ഇൻറ്റു -b എന്താ, -2b. ഇപ്പൊ എന്തായി, a സ്ക്വയർ ഈ മൈനസും കൂടെ പ്ലസ് ആയി. a സ്ക്വയർ പ്ലസ് 2b എന്ന് ആൻസർ വന്നു. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, a സ്ക്വയർ പ്ലസ് 2b. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ടോപ്പിക്കിന് ക്വസ്റ്റ്യൻ വന്നാൽ അറ്റൻഡ് ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടെ ഇതിലുണ്ട്, ശ്രദ്ധിക്കുക. ഫാമിലി ഓഫ് പോളിനോമിയൽസ് ഹാവിംഗ് സീറോസ് ആൽഫ ആൻഡ് ബീറ്റ ആർ. അതായത് സീറോസ് ആൽഫയും ബീറ്റയും
ഏതെങ്കിലും ആൽഫയും ബീറ്റ എന്ന് പറഞ്ഞാൽ എനി ടു നമ്പേഴ്സ്, എനി ടു റിയൽ നമ്പേഴ്സ്. ആൽഫയും ബീറ്റയും സീറോസ് വരുന്ന, ആൽഫയും ബീറ്റയും സീറോസ് വരുന്ന പോളിനോമിയൽസ് എത്ര ഉണ്ടാവും? ഇപ്പൊ 2ഉം 3ഉം സീറോസ് വരുന്ന എത്ര പോളിനോമിയൽസ് ഉണ്ടാവും? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോളിനോമിയൽസ് ആണ്. അതിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്, ഇപ്പം ആൽഫയും ബീറ്റയും നമുക്ക് പോളിനോമിയൽസിനെ സീറോസ് ആയിട്ട് ജനറലി നമ്മൾ പറയുന്ന സീറോസ് എന്താ? ആൽഫയും ബീറ്റയും. ആൽഫയും ബീറ്റയാണ് സീറോസ് എങ്കിൽ അത് സീറോസ് ആയിട്ട് വരുന്ന പോളിനോമിയൽസ് എന്ന് പറയുന്നത് k ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റയാണ്. ആൻഡ് k എന്ന് പറയുന്നത് എനി നോൺ സീറോ റിയൽ നമ്പർ, സീറോ അല്ലാത്ത ഏത് റിയൽ നമ്പർ വേണമെങ്കിൽ ആവാം k. ഓക്കെ, സോ എന്താ? k ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ്. k ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ്, സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ആൽഫ ഇൻറ്റു ബീറ്റ. ഈ ഒരു കാര്യം കൂടെ പഠിച്ചു വെച്ചാൽ കംപ്ലീറ്റ് ആയി. സെറ്റ് ആണല്ലോ. സോ ഈ കാര്യങ്ങൾ, ഈ എക്സ്ട്രാ ആയിട്ടുള്ള ഈ 2 പോയിന്റ്സ് പഠിക്കാതെ ഒരു കുട്ടി പോലും എക്സാമിന് പോകാൻ പാടില്ല. ഇനിയും അസ്ട്രാ ബാച്ചിൽ ഏതെങ്കിലും മക്കൾ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് അസ്ട്രാ ബാച്ചിൽ ജോയിൻ ചെയ്യാം. എല്ലാ സബ്ജക്റ്റിനും കൂടെ ഒരു വർഷത്തേക്ക് വരുന്ന ഫീസാണ് ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു എമൗണ്ട് ആണ്. ഒരു വർഷത്തേക്ക് ടോട്ടൽ ആയിട്ടാണ് ആ ഒരു ഫീസ് വരുന്നത്. NCERT ഫുൾ കവർ ചെയ്യും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. എന്തുകൊണ്ടും നിങ്ങൾക്ക് ഹൈലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ബാച്ച് തന്നെയാണ് അസ്ട്രാ ബാച്ച്. ജോയിൻ ചെയ്ത് നോക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.